കണ്ണൂർ ദീനസാ സഭ എത്തിങ്ങാനയിൽ പഠിച്ച കുട്ടിയാണ്. അവിടെ മദ്രസ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവിടെ 40 മദ്രസകൾ ചേർന്നിട്ട് മത്സരം നടത്താറുണ്ട് ആ സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ് എൻ്റെ ഒരു 5ാം ക്ലാസ് പഠിപ്പിച്ച ഒരു ഉസ്താദുണ്ട്, ഇപ്പൊ വാഴക്കാടുള്ള ഒരു മുഹമ്മദ് ഉസ്താദാണ്. മൂപ്പർക്ക് സൂലാണ്ട് കിടക്കണം, എല്ലാവരും സൈഡ് നൽകട്ടെ, ആക്കി കൊടുക്കട്ടെ. മൂപ്പരുടെ കഥാപ്രസം പഠിപ്പിച്ചു. മൂപ്പരെല്ലാം കഥ എഴുതുകയും പാടുകയും. അപ്പോൾ ഒരു അള്ളാഹു റസൂലിന്റെ മിഅ്റാജിനെ കുറിച്ചാണ് കഥ. ഞാനിത് പറഞ്ഞ് മത്സരത്തിന്റെ അന്ന് എനിക്ക് സൗണ്ടില്ല. മത്സരത്തിന് അന്ന് വെറും കാറ്റും അങ്ങനെ. അപ്പൊ ഞാനാകെ ബേജാറായിട്ട് കണ്ടില്ല. അപ്പൊ ഉസ്താദ് എന്നെങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ തലയിലിങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഭാവിയിലെ കാതികനാണ് പോയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നീ ഭാവിയിൽ ഒരു കാതികനാണ് പോയിട്ട് പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ്, അന്നിട്ട് പ്രശ്നം കിട്ടി. പിന്നെ നീണ്ട 7-8 കൊല്ലം മദർസയിൽ ഞാൻ അവസ്ഥ. പിന്നെ അള്ളാന്റെ കുതിർത്ത് ഇക്കാലം വരെ ഇന്ന് ഈ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നവരെ പഠിച്ചോണ്ട് എനിക്കൊരു പ്രയാസം നൽകിയില്ല. കഥാപ്രസംഗത്തിൽ എവിടെ കിട്ടിയാന്നറിയോ? അവസ്ഥാന്റെ കൊടുത്ത അള്ളാഹു അദ്ദേഹത്തിന് ഹൈറും ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു മനുഷ്യന് ആഫിയത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഹൈറും ബർക്കത്ത് കൊടുക്കട്ടെ. ഉസ്താമാർക്കൊന്നും വരക്കാത്തില്ല. ഉസ്താമാർ പൊരുത്തം കിട്ടുന്നുണ്ടോ? ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ മക്കളോട്, എൻ്റെ മുന്നിലിരിക്കുന്ന കഥ ശ്രദ്ധിക്കുന്ന എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങളെ ഇൽമ പഠിപ്പിക്കുന്ന നിങ്ങൾ ഉസ്താദുമാരുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുത്തോ, നിങ്ങൾ ഭാവിയിൽ ഉറപ്പ്. ഒരു തരികടി നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ എന്ത് കളി കളിച്ചാലും അവസാനം നിങ്ങൾ നന്നായിട്ട് ഉറപ്പ്. കാരണം ഉസ്താദുമാരെ പൊരുത്താണ് നേടിയെടുക്കാൻ കഴിയും. ഇന്ന് മക്കൾക്ക് എന്തെങ്കിലും കിട്ടിയ അതുകൊണ്ടാണ്. ഉസ്താദായാലും ഇല്ല, മാഷായാലും ഇല്ല, ഒന്നുമില്ല. എൻ്റെ കടയിൽ ഞങ്ങൾ ഒരു ചക്ക മാഷോട് പറഞ്ഞു, ഞാൻ പുറത്ത് കിട്ടാ അടിച്ചു കൊന്നു. ഇതാണ് ഇപ്പോഴത്തെ മക്കളെ കഥ. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഈ ഇസ്ലാമിക വേദിയാണെന്നുള്ള ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അധ്യാപകരുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. എങ്കിൽ എൻ്റെ മക്കളുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ.